ഹായ് ഓൾ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവുന്ന ഒരു നല്ല ഐറ്റമാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഭയങ്കര ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ നല്ല സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. ചവ്വരിയും അവലും വെച്ചിട്ടാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത്. പുറം ഭാഗം നല്ല ക്രിസ്പിയും അകം നല്ല സോഫ്റ്റും ആയിട്ടിരിക്കുന്ന ഒരു അടിപൊളി ഐറ്റമാണ്. ഈ ചവ്വരിക്കും അവലിനും ഇത്രയും ടേസ്റ്റ് ഉണ്ട് എന്നുള്ളത് തന്നെ ഇങ്ങനെ തയ്യാറാക്കിയപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ എന്തായാലും നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായി ആദ്യം തന്നെ 250 ml കപ്പിൻ്റെ അളവിൽ 1 കപ്പ് ചവ്വരി നേരത്തെ തന്നെ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരുന്നതാണിത്. 1 മണിക്കൂർ നേരമാണ് ഞാനിത് കുതിർത്ത് വെച്ചിരുന്നത്. ഇപ്പോൾ ഇതാ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഈ ഒരു ചവ്വരി എത്രത്തോളം കുതിരാൻ വേണ്ടി വെക്കുന്നോ അത്രയും നന്നായിരിക്കും. അതിൻ്റെ വെള്ളം എല്ലാം ഊറ്റിക്കളഞ്ഞിട്ടാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് അവലിട്ട് കൊടുക്കാം. ഞാനിവിടെ 250 ml കപ്പിൻ്റെ അളവിൽ 1.5 കപ്പ് അവലിട്ട് കൊടുക്കുന്നുണ്ട്. വെള്ള അവലാണ് എടുത്തിട്ടുള്ളത്. ഏത് അവലായിരുന്നാലും കുഴപ്പമൊന്നുമില്ല. ഏത് അവലായിരുന്നാലും ഇതേ അളവിൽ തന്നെ എടുക്കാൻ വേണ്ടി നോക്കുക. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് സബോള കട്ട് ചെയ്തതാണ്. ഞാനിവിടെ ഒരു സബോള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു വലിപ്പത്തിലാണ് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഓരോരുത്തരുടെയും എരിവിനനുസരിച്ചുള്ള പച്ചമുളകും ഉണക്കമുളകും ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 3 എണ്ണം വെച്ചാണ് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നത്. വളരെ ചെറുതായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി കുറച്ചധികം തന്നെ മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിയില ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഈ ഒരു മല്ലിയിലയും കറിവേപ്പിലയൊക്കെ കുറച്ച് അധികമായിട്ട് ഇട്ട് കൊടുത്തിരുന്നാൽ പ്രത്യേകിച്ച് നല്ല ടേസ്റ്റ് ആയിട്ട് കിട്ടും. ഇനി ഇതിലേക്കൊരു 1/4 സ്പൂൺ അളവിൽ പെരിഞ്ജീരകപ്പൊടി, ഗരം മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടി ഞാനിതിലേക്ക് 1/2 സ്പൂൺ അളവിലാണ് ഇട്ട് കൊടുക്കുന്നത്. ഓരോരുത്തരുടെയും എരിവിനനുസരിച്ചുള്ളത് ഇട്ട് കൊടുക്കാം. പച്ചമുളകും ഉണക്കമുളകും 3 എണ്ണം വെച്ചിട്ട് ഇട്ട് കൊടുത്തത് തന്നെ അത്യാവശ്യം നല്ല എരിവുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ 1/2 സ്പൂൺ അളവിൽ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം ഇത് കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ഒരു കാര്യം ഓർത്തത്. വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. ഇത് രണ്ടും കൂടെ ഒന്നിച്ച് ചതച്ചത് കൊണ്ട് തന്നെ നമുക്കിത് 1 സ്പൂൺ അളവിൽ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വീണ്ടും നന്നായിട്ടൊന്ന് കുഴച്ചിട്ടെടുക്കണം. ഇത് ചവരി നന്നായിട്ട് കുതിർന്ന് വന്നതുകൊണ്ട് തന്നെ നല്ല നനവായിട്ട് ഇരിപ്പുണ്ടാവും. അത് തന്നെ മതി. പിന്നെ അതിലേക്ക് വെള്ളത്തിൻ്റെ ആവശ്യമൊന്നും വരുന്നില്ല. അപ്പോൾ ഞാനിവിടെ നന്നായിട്ടിത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കയ്യിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്യുകയോ അല്ലാന്നുണ്ടെങ്കിൽ വെള്ളത്തിലൊന്ന് കൈ മുക്കിയെടുക്കുകയോ ചെയ്തതിന് ശേഷം ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് നമുക്ക് ഓരോരുത്തർക്കും ഇഷ്ടമുള്ള ഷേപ്പിൽ ഓരോരുത്തർക്കും ഇഷ്ടമുള്ള വലിപ്പത്തിൽ ഇത് തയ്യാറാക്കി എടുക്കുക. ഇതുപോലെ പരന്ന ഈ ഒരു ഷേപ്പിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് ഉള്ളൊക്കെ വേവാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയമൊന്നും എടുക്കില്ല. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടില്ല. അതിൻ്റെ അകമൊക്കെ വേവാനായിട്ട് സമയമെടുക്കും. അപ്പോൾ ഞാനിവിടെ ഈ ഒരു വട ഷേപ്പിലാണ് റെഡിയാക്കി എടുക്കുന്നത്. ഇതേപോലെ തന്നെ എല്ലാം ചെയ്തെടുക്കുന്നുണ്ട്. ഭയങ്കര സിമ്പിളാണ്. പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം. ഇതേപോലെ തന്നെ എല്ലാം ചെയ്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അതിനായിട്ട് സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഫ്ലെയിം ഓൺ ആക്കിയതിന് ശേഷം അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് വെന്ത് വരട്ടെ. എത്ര എണ്ണമാണോ വേവിച്ചെടുക്കുന്നത് അത്രയും സമയം വരെ ഈ ഒരു ഫ്ലെയിമിൽ തന്നെ വെച്ചിരിക്കുക. എങ്കിലാണ് അകവും പുറമൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ. ഇപ്പോൾ ഇതിൻ്റെ എല്ലാം ഒരു സൈഡ് വെന്ത് കിട്ടി. ഇനി ഇതൊന്നും കൂടെ തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആ ഒരു ഭാഗം കൂടെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ ഇത് 2 സൈഡും ഒരുപോലെ വെന്ത് കിട്ടി. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഒരുപാട് എണ്ണയൊന്നും കുടിക്കാത്ത നല്ല കിടിലൻ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരമാണ്. ഇതുപോലെ തന്നെ എല്ലാം ഫ്രൈ ചെയ്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരം റെഡിയായി കിട്ടി. ഇതിൻ്റെ അകം എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് അറിയാനായിട്ട് ഞാനിതൊന്ന് പൊട്ടിച്ച് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.